ഹായ് എവരി വൺ. ഇലുമിനേഷൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാമ്പിനകത്ത് നമ്മൾ കുറച്ച് ലാമ്പ്സൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ബാക്കി വരുന്നതാണ് ഹാലോജൻ ലാമ്പും അതുപോലെ CFL ലാമ്പും. ഈ രണ്ടെണ്ണമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് ഹാലോജൻ ലാമ്പ്, മോസ്റ്റ് അഡ്വാൻസ്ഡ് ആൻഡ് മൾട്ടിപർപ്പസ് ഇൻകാൻഡസെൻറ്റ് ലാമ്പ്. നമ്മൾ ഹാലോജൻ ലാമ്പിനെ പറയുന്നത് മോസ്റ്റ് അഡ്വാൻസ്ഡ് ആൻഡ് മൾട്ടിപർപ്പസ് ഇൻകാൻഡസെൻറ്റ് ലാമ്പ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അതുപോലെ മൾട്ടിപർപ്പസ് കുറച്ചുകൂടി കൂടുതലായിട്ട് നമുക്കതിനെ ഉപയോഗിക്കാവുന്ന രീതിയിൽ അഡ്വാൻസ്ഡ് വേർഷനിൽ വരുന്ന ഇൻകാൻഡസെൻറ്റ് ലാമ്പുകളാണ് ശരിക്കും ഹാലോജൻ ലാമ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഡിസൈൻഡ് ടു പ്രൊവൈഡ് എ സുപ്പീരിയർ ക്വാളിറ്റി ഓഫ് എ ക്രിസ്പ് വൈറ്റ് ലൈറ്റ്, ലോങ് ലൈഫ്, ഹൈ എഫിഷ്യൻസി ആൻഡ് കോൺസ്റ്റൻറ്റ് ലൂമൻ മെയിൻ്റനൻസ്. നമ്മൾ ഇൻകാൻഡസെൻറ്റ് ലാമ്പിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാലോജൻ ലാമ്പ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കുറച്ചുകൂടെ നല്ല ക്രിസ്പായിട്ടുള്ള വൈറ്റ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി, ക്വാളിറ്റി വൈറ്റ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ അതിന് ലൈഫ് കൂടുതലാണ്, എഫിഷ്യൻസിയും കൂടുതലാണ്, ആൻഡ് കോൺസ്റ്റൻറ്റ് ലൂമൻ മെയിൻ്റനൻസും. ഏകദേശം അത് വർക്ക് ചെയ്യുന്ന അത്രയും ടൈമിൽ അത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ലൂമൻ മെയിൻ്റനൻസ് ആണ് അതിന് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ വരുന്ന ഇറ്റ്സ് റെഡ്യൂസ്ഡ് സൈസ്. കമ്പാരിറ്റീവ്ലി ചെറിയ സൈസിലാണ് ഹാലോജൻ ലാമ്പ് അവൈലബിൾ ആവുന്നത്. And it operates on the tungsten halogen regenerative principle. ഇത് വർക്ക് ചെയ്യുന്നത് ടങ്സ്റ്റൻ ഹാലജൻ റീജനറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന പ്രിൻസിപ്പിളാണ്, വിച്ച് എലിമിനേറ്റ്സ് ദ ഫിലമെൻറ്റ് ഇവാബ്രേഷൻ ആൻഡ് ദ ബൾബ് ബ്ലാക്കനിങ്. ഇപ്പോൾ ടങ്സ്റ്റൻ ഹാലജൻ റീജനറേറ്റീവ് പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫിലമെൻറ്റ് ഇവാബ്രേഷനും അതുപോലെ ബൾബ്, ഇൻകാൻഡസെൻറ്റ് ലാമ്പിൽ കോമൺ ആയിട്ടുള്ളൊരു പ്രശ്നമാണ് ഫിലമെൻറ്റ് ഇവാബ്രേറ്റ് ചെയ്ത് പോയിട്ട് അതിൻ്റെ ബൾബ് ബ്ലാക്കനിങ് ആവുന്നത്, ബൾബിൽ ബ്ലാക്ക് സ്പോട്ടുകൾ വീഴുക എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഇഷ്യൂ നമുക്കിവിടെ ഹാലോജൻ ലാമ്പിനകത്ത് ഒഴിവാക്കാവുന്നതാണ്. ഹാലോജൻ ലാമ്പിനകത്ത് എന്തായിരിക്കും യൂസ് ചെയ്യുക? ഹാലോജൻ ഗ്യാസസ് ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹാലോജൻ ഫാമിലിയിൽ വരുന്ന എലമെൻറ്റ്സ് ആണ് അതിനകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹാലോജൻ ഫാമിലിയിൽ വരുന്ന ബ്രോമിനാണ് നമ്മുടെ ഹാലോജൻ ലാമ്പിനകത്ത് ഉപയോഗിക്കുന്നത്. ദി യൂസ് ഓഫ് ദ ബ്രോമിൻ ഇൻക്രീസസ് ദ എഫിഷ്യൻസി ഓഫ് ബൈ 28 to 33 ലൂമൻസ് പെർ വാട്ട്. ഇപ്പം നമ്മൾ ബ്രോമിൻ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ എഫിഷ്യൻസി 28 മുതൽ 33 ലൂമൻസ് പെർ വാട്ട് വരെ ഇൻക്രീസ് ചെയ്യിക്കാനുള്ള കഴിവ് ബ്രോമിൻ ഉപയോഗിക്കുന്നത് കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഫിഗറിനകത്ത് ഹാലോജൻ ലാമ്പിൻ്റെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഫിലമെൻറ്റ് അതുപോലെ ഫില്ല് ചെയ്യാനുള്ള, ഗ്യാസ് ഫില്ല് ചെയ്യാനുള്ള ടിപ്പ്, ബൾബിൻ്റെ എൻവലപ്പ് കാണാം, ഇന്നർ ലീഡ് വയർ, ഇലക്ട്രോഡിലേക്ക് നമുക്ക് കറണ്ട് പാസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഇന്നർ ലെഡ് വയർ കൊടുത്തിട്ടുള്ളത്. then മോളിബ്ഡിനത്തിൻ്റെ ഒരു ഫോയിലുണ്ട്, ഔട്ടർ ലെഡ് റോഡ് ഉണ്ട്, കോണ്ടാക്ട്സ് ഉണ്ട്. അപ്പം അത്രയുമാണ് അതിൻ്റെ പാർട്സിനകത്ത് വരുന്നത്. ഇനി പ്രിൻസിപ്പിൾ ഓഫ് ടങ്സ്റ്റൻ ഹാലജൻ റീജനറേറ്റീവ് സൈക്കിൾ. ഇപ്പോൾ ടങ്സ്റ്റൻ ഹാലജൻ റീജനറേറ്റീവ് സൈക്കിൾ പ്രോസസ്സ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ അത് എന്താണെന്ന് നോക്കാം. If the lamp is turned on, tungsten particles evaporate from the filaments and attached onto the bulb wall. At the same time, halogen is decomposed and becomes atomic halogen. ഇപ്പം നമ്മൾ ബൾബ് ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഇൻകാൻഡസെൻറ്റ് ലാമ്പിൽ എന്താ സംഭവിക്കുക? ടങ്സ്റ്റൻ പാർട്ടിക്കിൾസ് ഇവാബറേറ്റ് ആയിട്ട് അത് പോയിട്ട് എന്ത് ചെയ്യും? ബൾബിൻ്റെ വാളിൻ്റെ മേലെ ഫിലമെൻറ്റ്സ് പോയിട്ട് ഫിലമെൻറ്റിൽ നിന്നും ഇവാബറേറ്റ് ആയിട്ട് ബൾബിൻ്റെ വാളിൽ പോയി അറ്റാച്ച്ഡ് ആവുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇതേ സമയത്ത് തന്നെ സെയിം പ്രോസസ്സ് ഇവിടെയും നടക്കുന്നുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ദ ഹാലജൻ ഈസ് ഡീകമ്പോസ്ഡ് ആൻഡ് ബിക്കം അറ്റോമിക് ഹാലജൻ. ഈ സമയത്തേക്ക് ഹാലജനായിട്ട് നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ള എലമെൻറ്റ് ഏതാണോ അത് ഡീകമ്പോസ്ഡ് ആയിട്ട് ആറ്റോമിക് ഹാലജൻ ആയിട്ട് മാറും. അത് ആറ്റംസ് ആയിട്ട് ഫോം ചെയ്യും. അറ്റോമിക് ഹാലജൻ ഈസ് ഡിഫ്യൂസ്ഡ് ഓൺ ദ ബൾബ് വാൾ ആൻഡ് കമ്പൈൻസ് വിത്ത് ദ ഫ്രീ ടങ്സ്റ്റൻ പാർട്ടിക്കിൾസ് ടു ബിക്കം ട്രാൻസ്പാരൻറ്റ് ആൻഡ് വൊളാറ്റൈൽ ടങ്സ്റ്റൻ ഹാലൈഡ്. ഓൾറെഡി നമ്മൾ ടങ്സ്റ്റൻ പാർട്ടിക്കിൾസ് പോയിട്ട് ബൾബിൻ്റെ വാളിൻ്റെ മേലെ പറ്റിപ്പിടിച്ച് നിൽപ്പുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് പോയിട്ട് നമ്മൾ ആറ്റോമിക് ഹാലജൻ ബൾബിൻ്റെ മേലെ ഡിഫ്യൂസ്ഡ് ആയിട്ട് ഈ ഫ്രീ ആയിട്ടുള്ള ടങ്സ്റ്റൻ പാർട്ടിക്കിൾസുമായിട്ട് കമ്പൈൻ ചെയ്യും. ടങ്സ്റ്റൻ പാർട്ടിക്കിൾസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ടങ്സ്റ്റൻ ഹാലൈഡ്സ് ഫോം ചെയ്യും. ടങ്സ്റ്റനും ഹാലജനും കൂടെ കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന പ്രോഡക്റ്റാണ് ടങ്സ്റ്റൻ ഹാലൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട്. ഇപ്പോൾ ടങ്സ്റ്റൻ ഹാലൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടായിട്ട് അവിടെ ബ്ലാക്കനിങ് ആവാതെ ആ ഒരു ടോട്ടൽ കോമ്പോണൻറ്റ് അല്ലെങ്കിൽ ടോട്ടൽ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ആദ്യമേ ഉണ്ടായിരുന്ന ഡാർക്കായിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് നമ്മൾ ടങ്സ്റ്റൻ പറ്റി പിടിച്ചിട്ടുണ്ടാകുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ ട്രാൻസ്പെറൻ്റ് ആക്കി കളയും. സോ എന്ത് ചെയ്യില്ല, ബൾബിൻ്റെ മേലെ ആ ബ്ലാക്ക് കളർ അല്ലെങ്കിൽ സ്പോട്ട് വരുന്ന ഇഷ്യൂ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അത് വൊളാറ്റൈൽ ടങ്സ്റ്റൻ ഹാലൈഡ്. ഇതിനാണ് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത് വൊളാറ്റൈൽ ആയിട്ടുള്ള, മൂവ് ചെയ്യാൻ കഴിവുള്ള വൊളാറ്റൈൽ ആയിട്ടുള്ള ടങ്സ്റ്റൻ ഹാലൈഡാണ്.
ഡ്യൂ ടു ദ ഹൈ ടെമ്പറേച്ചർ ഓവർ 500 ഡിഗ്രി ഫാരൻഹീറ്റ് 500 ഡിഗ്രി ഫാരൻഹീറ്റിന് മേലെയുള്ള ഹൈ ടെമ്പറേച്ചർ വരുന്ന സമയത്തേക്ക് ടങ്സ്റ്റൺ ഹാലൈഡ് ഈസ് വാലറ്റൈസ്ഡ് ആൻഡ് സർക്കുലേറ്റഡ് ബാക്ക് ടു ദ ഫിലമെൻറ്റ്. അപ്പോൾ അത് വോളറ്റലൈറ്റ് ചെയ്തിട്ട് ടങ്സ്റ്റൺ ഫിലമെൻറ്റ്സ് ഡയറക്റ്റ് വീണ്ടും എന്ത് ചെയ്യും, അത് സർക്കുലേറ്റഡ് ബാക്ക് ടു ദ ഫിലമെൻറ്റിൻ്റെ മേലേക്ക് തന്നെ വീണ്ടും ട്രാവൽ ചെയ്യും. അപ്പം അങ്ങനെ വോളറ്റലൈസ് ചെയ്ത് ലാസ്റ്റ് വരുന്ന കമ്പോണൻറ്റ് വീണ്ടും ഫിലമെൻറ്റിലേക്ക് തന്നെ പോയിട്ട് പറ്റിപ്പിടിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും, നമ്മുടെ അതിനകത്ത് ആ ബൾബിൻ്റെ മേലെ പറ്റിപ്പിടിച്ചിരുന്ന ടങ്സ്റ്റൺ ഫിലമെൻറ്റ്സ് എല്ലാം പോകുന്നതായിരിക്കും. ആഫ്റ്റർ ടങ്സ്റ്റൺ ഹാലൈഡ് ഈസ് ഡീകമ്പോസ്ഡ് around the filament at a high temperature, halogen gas is released, ready to combine again, and tungsten is redeposited on the filament, whereby the process is ready to begin again. അപ്പോൾ എന്താ നടക്കുന്നത്, ടങ്സ്റ്റൺ ഹാലൈഡ് വീണ്ടും ഡീകമ്പോസ് ചെയ്തിട്ട്, അതായത് ഫിലമെൻറ്റിൻ്റെ അടുത്തേക്ക് എത്തുമ്പം ടങ്സ്റ്റൺ ഹാലജൻ ഓൾറെഡി ഒരു ഏകദേശം ഹൈ ടെമ്പറേച്ചറിൽ ഓൾമോസ്റ്റ് എല്ലാ ടങ്സ്റ്റൺ ഹാലജനും എന്ത് സംഭവിക്കും, അത് ഡീകമ്പോസ് ചെയ്ത് ഫിലമെൻറ്റിൻ്റെ മേലെ പോയി ടങ്സ്റ്റൺ കമ്പണൻസ് കംപ്ലീറ്റ് ഫിലമെൻറ്റിൽ പോയിട്ട് വീണ്ടും പറ്റിപ്പിടിക്കും. ഹാലജൻ ഗ്യാസസ് റിലീസ് ആവുകയും ചെയ്യും. അതിൽ നിന്നും ഹാലജൻ ഗ്യാസ് സെപ്പറേറ്റ് ചെയ്ത് റിലീസാവും. അങ്ങനെ ഉണ്ടാകുന്ന ഹാലജൻ ഗ്യാസിന് വീണ്ടും നെക്സ്റ്റ് ടങ്സ്റ്റൺ വാളിൻ്റെ മേലെ പറ്റിപ്പിടിക്കുമ്പം അതിനകത്തായിട്ട് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വീണ്ടും ഹാലജൻ ഗ്യാസിനെ റിലീസ് ചെയ്യും. സോ ഹാലജൻ ഗ്യാസ് വീണ്ടും അവൈലബിൾ ആവും. നമുക്ക് പുതിയ ഹാലജൻ ഗ്യാസ് നിറയ്ക്കേണ്ട ആവശ്യമില്ല. അതാണ് റീജനറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഉള്ള ഹാലജൻ തന്നെ വീണ്ടും വീണ്ടും റീയൂസ് ചെയ്ത് യൂസ് ചെയ്യുകയാണ്. അതുപോലെ അതിൻ്റെ അകത്തുള്ള ടങ്സ്റ്റനെ ഡീകമ്പോസ് ചെയ്ത് പോയെങ്കിലും ആ ടങ്സ്റ്റൻ വീണ്ടും ഇവാപറേറ്റ് ചെയ്താലും വീണ്ടും വന്ന് ടങ്സ്റ്റൻ ഫിലമെൻറ്റിൻ്റെ മേലെ തന്നെ വന്ന് പറ്റി പിടിക്കുന്നുണ്ട്. സോ അവിടെ റീജനറേറ്റീവ് പ്രിൻസിപ്പിളാണ് നടക്കുന്നത്. ടങ്സ്റ്റനും വേസ്റ്റ് ആവുന്നില്ല, ഹാലജൻ ഗ്യാസും വേസ്റ്റ് ആവുന്നില്ല. വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെ നമ്മൾ വീണ്ടും ബൾബ് ബേൺ ചെയ്യുന്ന സമയത്തേക്ക് സെയിം പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതിനെയാണ് ടങ്സ്റ്റൺ ഹാലജൻ റീജനറേറ്റീവ് സൈക്കിൾ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ടു മെയിൻറ്റെയിൻ ദിസ് റീജനറേറ്റീവ് സൈക്കിൾ, ഇറ്റ് ഈസ് നെസസറി ദാറ്റ് ദ വാൾ ടെമ്പറേച്ചർ ഈസ് മെയിൻറ്റെയിൻഡ് ഹൈ ടു 2500 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഈ റീജനറേറ്റീവ് സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാൾ ടെമ്പറേച്ചർ, ബൾബിൻ്റെ വാൾ ടെമ്പറേച്ചർ ഏകദേശം 2500 ഡിഗ്രി സെൽഷ്യസ് വരെ ഹൈ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ദ ലാമ്പ് എൻവലപ്പ് ഈസ് ദെർഫോർ മെയ്ഡ് ഓഫ് കോർഡ്സ്, ഡ്യൂ ടു വിച്ച് ഇറ്റ് ഈസ് പോസിബിൾ ടു മിനിയേച്ചറൈസ് എ ഫില്ലിംഗ് ഗ്യാസ് നൗ ക്യാൻ ബി ഫിൽഡ് അറ്റ് ഹൈ ഗ്യാസ് പ്രഷർ. അപ്പോൾ ഇത് തന്നെ ഹൈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് കൊണ്ട് തന്നെ നമ്മുടെ ലാമ്പ് എൻവലപ്പിനെ എപ്പോഴും എന്തുകൊണ്ടാണ് കോർഡ്സ് എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കോർഡ്സിന് അത്യാവശ്യം ഹൈ ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിവുള്ളത് കൊണ്ടാണ് കോർഡ്സിന് നമ്മൾ ലാമ്പിൻ്റെ എൻവലപ്പിന് കോർഡ്സ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നത്. സോ കോർഡ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ സൈസ് കുറയ്ക്കാൻ, മിനിയേച്ചറൈസ് പറയുമ്പോൾ അതിന് സൈസ് കുറയ്ക്കാനും വേണ്ടിയിട്ടും സഹായിക്കും. അതുപോലെ ഈ ചെറിയ സൈസിൽ നമ്മൾ ഗ്യാസ് ഫില്ല് ചെയ്യുന്ന സമയത്തേക്ക് ഹൈ പ്രഷറിൽ ഗ്യാസിനെ മെയിൻറ്റെയിൻ ചെയ്യിക്കാനായിട്ടും സാധിക്കും. ദ എഫിഷ്യൻസി ഓഫ് ദിസ് ലാമ്പ് ഈസ് 50%. ഈ ലാമ്പിൻ്റെ എഫിക്കസി അല്ലെങ്കിൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 50% മോർ ആസ് കമ്പയർഡ് ടു ദ ജനറൽ ലൈറ്റിംഗ് സർവീസാണ്. അതായത് ഒരേ വാട്ടേജിനും നമ്മൾ ഒരേ വാട്ടേജ് ലെവലുള്ള ഒരു ഹാലോജൻ ലാമ്പും അതുപോലെ ഒരു ജനറൽ ലൈറ്റിംഗ് സർവീസിലെ ജനറൽ ലൈറ്റിംഗ് ലാമ്പും എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാളും ജനറൽ ലൈറ്റിംഗ് ലാമ്പിനേക്കാളും 50%ഓളം എഫിഷ്യൻസി കൂടുതലാണ് ഹാലജൻ ലാമ്പിന്. ലൈഫും ഏകദേശം ഡബിളാണ്. ദീസ് ലാംപ്സ് ഹാവ് ബെറ്റർ കളർ റെൻഡിഷൻ. ഇതിനെന്തായിരിക്കും, കളർ റെൻഡിഷൻ ഒന്നുകൂടെ ബെറ്ററാണ്. കളറുകളെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനുള്ള കഴിവ് കുറച്ചും കൂടെ നല്ലതാണ് ഇതിൽ, ഹാലജൻ ലാമ്പിനകത്ത്. ആൻഡ് ദീസ് ആർ അവൈലബിൾ ഇൻ സൈസസ് ഓഫ് 500 വാട്ട്സ് ടു 5 കിലോ വാട്ട്സ്. ഇപ്പോൾ ഡിഫറെൻറ്റ് വാട്ടേജ് ലെവലിൽ അത് അവൈലബിൾ ആണ്. 500 വാട്ട്സ് മുതൽ 5 കിലോ വാട്ട്സ് വരെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് ഹാലജൻ ലാംപ്സ് എന്ന് പറയുന്നത്. ഹാലജൻ ലാമ്പ് വിത്ത് മച്ച് ബെറ്റർ എഫിഷ്യൻസി ആൻഡ് ലെസ്സർ സൈസസ് ബട്ട് ഹാവ് വെരി ലെസ് ലൈഫ് ആർ മാനുഫാക്ചർഡ് ഫോർ ദ TV ഫോട്ടോഗ്രാഫി ആൻഡ് ഫിലിം ക്യാമറ പർപ്പസ്. ഇപ്പോൾ ഫോട്ടോഗ്രാഫിയിലും അതുപോലെ ഫിലിം ക്യാമറ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഹാലജൻ ലാമ്പാണെന്നുണ്ടെങ്കിൽ അതിന് ബെറ്റർ എഫിഷ്യൻസി ആയിരിക്കും, ലെസ്സർ സൈസും ആയിരിക്കും, പക്ഷേ കമ്പാരിറ്റീവ്ലി ലൈഫ് കുറവായിരിക്കും.
അങ്ങനെയുള്ള ഹാലജൻ ലാമ്പുകളാണ് ടി വി ഫോട്ടോഗ്രാഫിക്കും അതുപോലെ ഫിലിം ക്യാമറ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഹാലജൻ ലാമ്പിൻ്റെ കാര്യങ്ങൾ ഇത്രയാണ് വരുന്നത്. നെക്സ്റ്റ് അതിനകത്ത് കഴിഞ്ഞ് അടുത്ത് വരുന്നത് കോമ്പാക്റ്റ് ഫ്ലൂറസൻ ലാമ്പ്. നമ്മൾ കോമൺ ആയിട്ട് വീട്ടിലൊക്കെ യൂസ് ചെയ്തിരുന്ന CFL ലാമ്പ്. ഇപ്പോൾ CFL ലാമ്പിനെല്ലാം റീപ്ലേസ് ചെയ്ത് LED ലാമ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് വന്നിരുന്ന വേർഷനായിരുന്നു CFL ലാമ്പ്. The lamp use a tube which is curved or folded to fit into the space of an incandescent bulb and a compact electronic ballast in the base of the lamp. അപ്പോൾ ഈ ലാമ്പ്സ് എങ്ങനെയായിരുന്നു? ഒരു ട്യൂബാണ് മെയിനായിട്ടും. CFL ലാമ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് യൂസ് ചെയ്യുന്നത് ഒരു ട്യൂബാണ്. അതിനെ ഫോൾഡ് ചെയ്യുക അല്ലെങ്കിൽ കർവ് ചെയ്യുക ചെയ്തിട്ട് ഒരു ഇൻകാൻഡസെന്റ് ലാമ്പ് ഫിറ്റ് ചെയ്യുന്ന അതേ സ്പേസിനകത്തേക്ക് കോമ്പാക്റ്റ് ആയിട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ കോമ്പാക്റ്റ് ഫ്ലൂറസെന്റ് ലാമ്പ്. പേരിൽ തന്നെ ഉണ്ട്, ഒരു ഫ്ലൂറസെന്റ് ലാമ്പ് അല്ലെങ്കിൽ ഫ്ലൂറസെന്റ് ട്യൂബ് തന്നെയാണ്. അതിനെ ഫോൾഡ് ചെയ്യുക അല്ലെങ്കിൽ കർവ് ചെയ്യുക ചെയ്തിട്ട് കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു മോഡൽ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ കോമ്പാക്റ്റ് ഫ്ലൂറസെന്റ് ലാമ്പ് എന്ന് പറയുന്നത്. സാധാരണ ഫ്ലൂറസെന്റ് ലാമ്പിലൊക്കെ വരുന്ന അതേ പ്രോപ്പർട്ടി തന്നെയാണ്. പക്ഷേ അതിനൊരു അഡ്വാൻറ്റേജ് ഉള്ളത് സൈസ് കുറവാണ്. നമ്മുടെ ഇൻകാൻഡസെന്റ് ലാമ്പ് വെക്കാൻ ഉദ്ദേശിക്കുന്ന അതേ സ്ഥലത്ത് അതേ സ്പേസിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാവുന്ന ഒരു ടൈപ്പ് ലാമ്പാണ് CFL ലാമ്പ്. കോമ്പാക്റ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക് ബല്ലാസ്റ്റ് അതിൻ്റെ ബേസിൽ യൂസ് ചെയ്തിട്ടുണ്ടാവും. പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ദ CFL ബൾബ് റിമെയിൻസ് ദ സെയിം ആസ് ഇൻ അതർ ഫ്ലൂറസെന്റ് ലൈറ്റിംഗ്. ബാക്കിയുള്ള ഫ്ലൂറസെന്റ് ലൈറ്റിങ്ങിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന അതേ രീതി തന്നെയാണ് CFL ലാമ്പിനകത്തും വരുന്നത്. സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് അവിടെയും യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോഡ്സ് ഹീറ്റാവും, ഇലക്ട്രോൺ ഫ്ലോ നടക്കും, അത് അതിനകത്ത് ഫിൽ ചെയ്തിട്ടുള്ള ഗ്യാസുമായിട്ട് മെർക്കുറിയുമായിട്ട് ഹീറ്റാവും. നെക്സ്റ്റ് ആ അൾട്രാ വയലറ്റ് റേസ് പോയിട്ട് അതിൻ്റെ വാളിലുള്ള ഫോസ്ഫറുമായിട്ട് ഹിറ്റ് ചെയ്യുന്ന സമയത്തേക്ക് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, വിസിബിൾ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. And the electrons that are bound to mercury atoms are excited to gases where they will radiate ultraviolet, which is converted into visible light as it strikes the fluorescent coating on the base as well as heat. ഇപ്പോൾ ഇലക്ട്രോൺസ്, അതായത് നമ്മൾ മെർക്കുറി ആറ്റംസുമായിട്ട് ബൗണ്ട് ചെയ്ത് കിടക്കുന്ന ഇലക്ട്രോൺസ് എന്ത് സംഭവിക്കും? ആസ് എക്സൈറ്റഡ് ടു സ്റ്റേറ്റ്സ്, അവർ ഹയർ സ്റ്റേറ്റിലേക്ക് പോകുന്ന സമയത്തേക്കാണ് അത് എന്ത് ചെയ്യുന്നത്? അൾട്രാ വയലറ്റ് റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അൾട്രാ വയലറ്റ് റേസ് റേഡിയേറ്റ് ചെയ്യുന്നത്. അൾട്രാ വയലറ്റ് റേസിന് പിന്നെ എന്ത് സംഭവിക്കും? വിസിബിൾ ലൈറ്റ് ആയിട്ട് നമ്മളത് ആ അൾട്രാ വയലറ്റ് റേസ് പോയിട്ട് ഫ്ലൂറസെന്റ് കോട്ടിങ്ങിൻ്റെ മേലെ ഹിറ്റ് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്തേക്കും വിസിബിൾ ലൈറ്റായിട്ട് നമുക്ക് പിന്നെ തിരിച്ച് കിട്ടുന്നത് ഓൺ ദ ബൾബ് ആസ് വെൽ ആസ് ദ ഹീറ്റ്. പിന്നെ എനർജി റിലീസ് ചെയ്യുന്ന സമയത്തേക്ക് കുറച്ച് ഹീറ്റും കൂടെ പ്രൊഡ്യൂസ് ചെയ്യണം, നമുക്ക് ട്യൂബിൻ്റെ മേലെ ഹീറ്റായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. CFL radiates a spectral power distribution that is different from that of the incandescent lamp. അപ്പോൾ CFL റേഡിയേറ്റ് ചെയ്യുന്ന ആ ഒരു പവർ ഡിസ്ട്രിബ്യൂഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത് ഇൻകാൻഡസെന്റ് ലാമ്പിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പവർ ഡിസ്ട്രിബ്യൂഷൻ സ്പെക്ട്രമാണ് സാധാരണ CFL ലാമ്പ് റേഡിയേറ്റ് ചെയ്യാറുള്ളത്. ഇംപ്രൂവ്ഡ് ഫോസ്ഫർ ഫോർമുലേഷൻസ് ഹാവ് ഇംപ്രൂവ്ഡ് ദ പെർസീവ്ഡ് കളർ ഓഫ് ദി ലൈറ്റ് എമിറ്റഡ് ബൈ ദ CFL. അപ്പോൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന ഫോസ്ഫർ ഫോർമുലേഷൻ കുറച്ചും കൂടെ നല്ലതായതുകൊണ്ട്, കുറച്ചും കൂടി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഫോസ്ഫറിനെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ലൈറ്റ് എമിറ്റിംഗ് ബൈ ദ CFL നിന്ന് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് കുറച്ചും കൂടെ അതിൻ്റെ പെർസീവ്ഡ് കളർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഇംപ്രൂവ്ഡ് ആയിരിക്കും. ടൈപ്സ് ഓഫ് CFLനകത്ത് വരുന്ന മെയിൻ ടൈപ്പുകളാണ് ഇൻറ്റഗ്രേറ്റഡ് ലാമ്പും വരുന്നുണ്ട്, അതുപോലെ നോൺ ഇൻറ്റഗ്രേറ്റഡ് ലാമ്പും വരുന്നുണ്ട്. ഇൻറ്റഗ്രേറ്റഡ് ലാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റഗ്രേറ്റഡ് ലാമ്പ്സ് കമ്പൈൻസ് ദ ട്യൂബ് ആൻഡ് ബല്ലാസ്റ്റ് ഇൻ എ സിംഗിൾ യൂണിറ്റ്. അതായത് ട്യൂബും ബല്ലാസ്റ്റും സിംഗിൾ യൂണിറ്റിലായിട്ട് കമ്പൈൻഡ് ആയിട്ടുള്ള ഫോമിലാണ് വരുന്നത്. This lamps allows the consumers to replace incandescent lamps easily with CFL. അപ്പോൾ ഈ ഇൻറ്റഗ്രേറ്റഡ് ലാമ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ഇൻകാൻഡസെന്റ് ലാമ്പിനെ ഒഴിവാക്കിയിട്ട് അതിന് പകരമായിട്ട് CFL യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇൻറ്റഗ്രേറ്റഡ് ലാമ്പുകൾ വരുന്നത്. അപ്പോൾ കൂടുതലായിട്ട് നമ്മളൊരു ടൈമിൽ ഇൻകാൻഡസെന്റ് ലാമ്പ് കംപ്ലീറ്റ് ആയിട്ടും ഒഴിവാക്കിയിട്ട് CFL ലാമ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ റീപ്ലേസ് ചെയ്യാൻ ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ് ഇൻറ്റഗ്രേറ്റഡ് ലാമ്പ് എന്ന് പറയുന്നത്. Well work in many standard incandescent light fixtures, reducing the cost of converting to fluorescent. അപ്പോൾ CFL ലാമ്പ് ഇൻകാൻഡസെന്റ് ലാമ്പ് ഉപയോഗിക്കുന്ന അതേ സ്ഥലങ്ങളിൽ തന്നെ സെയിം ലൈറ്റ് ഫിക്സ്ചേഴ്സിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഇൻറ്റഗ്രേറ്റഡ് ലാമ്പുകൾ. പ്ലസ് അതിൻ്റെ കോസ്റ്റ്, റിഡ്യൂസിങ് ദ കോസ്റ്റ് ഓഫ് കൺവേർട്ടിംഗ് ടു ഫ്ലൂറസെൻറ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നോർമൽ കോസ്റ്റിനെ കുറയ്ക്കാനും സാധിക്കും. അത്രയും കോസ്റ്റ് ഇൻറ്റഗ്രേറ്റഡ് ലാമ്പുകൾ ഉപയോഗിക്കുന്ന സമയത്തേക്ക് വരുന്നതല്ല. ദ നോൺ ഇൻറ്റഗ്രേറ്റഡ് ലാമ്പ് എന്ന് പറയുമ്പോൾ ബല്ലാസ്റ്റ് പെർമനൻ്റ്ലി ഇൻസ്റ്റാൾഡ് ഇൻ ദ ലൂമിനയർ ആൻഡ് ഓൺലി ദ ലാമ്പ് ബൾബ് ഈസ് യൂഷ്വലി ചേഞ്ച്ഡ് അറ്റ് ഇറ്റ്സ് എൻഡ് ഓഫ് ദ ലൈഫ്. നെക്സ്റ്റ് വരുന്ന നോൺ ഇൻറ്റഗ്രേറ്റഡ് ലാമ്പാണ്. നമ്മൾ പറഞ്ഞ ഇൻറ്റഗ്രേറ്റഡ് ലാമ്പ് എന്ന് പറയുമ്പോൾ ബല്ലാസ്റ്റും അതുപോലെ നമ്മുടെ ബൾബും കമ്പൈൻഡ് ആയിട്ടുള്ള വേർഷനായിട്ടാണ് വരുന്നത്.
പക്ഷേ ഈ നോൺ ഇൻറ്റഗ്രേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ബല്ലാസ്റ്റ് പെർമനൻ്റ്ലി ലൂമിനറിൻ്റെ മേലെ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് വരുന്നത്. നമ്മളിത് ലൈഫ് കഴിയുന്ന സമയത്തേക്ക് അല്ലെങ്കിൽ ബൾബ് ഫ്യൂസ് ആവുകയൊക്കെ ചെയ്യുന്ന സമയത്തേക്ക് നമ്മൾ മാറ്റി കൊടുക്കുന്നത് അതിൻ്റെ ബൾബ് പോർഷൻ മാത്രമാണ്. ലാമ്പിൻ്റെ ബൾബ് മാത്രമാണ് നമ്മൾ മാറ്റി കൊടുക്കുന്നത്. ബല്ലാസ്റ്റ് മാറ്റേണ്ട ആവശ്യമില്ല. ബല്ലാസ്റ്റ് പെർമനൻ്റ്ലി ഫിക്സ് ചെയ്ത രീതിയിലാണ് വരുന്നത്. സിൻസ് ദ ബല്ലാസ്റ്റ് ആർ പ്ലേസ്ഡ് ഇൻ ദ ലൈറ്റ് ഫിക്സ്ചർ, they are larger and last longer compared to the integrated one. നോർമലി ബല്ലാസ്റ്റ് ലൈറ്റ് ഫിക്സ്ചറിൻ്റെ മേലെ പ്ലേസ്ഡ് ആയിട്ട് തന്നെ വരുന്നത് കൊണ്ട് കമ്പാരിറ്റീവ്ലി ഇത് കുറച്ചും കൂടെ സൈസ് കൂടുതലായിരിക്കും, കുറച്ചും കൂടെ ലൈഫും കൂടുതലായിരിക്കും ഇൻറ്റഗ്രേറ്റഡ് വണ്ണിനേക്കാളും. ദി ഡോണ്ട് നീഡ് ടു ബി റീപ്ലേസ്ഡ് വെൻ ദ ബൾബ് റീച്ചസ് ഇസ് എൻഡ് ഓഫ് ലൈഫ്. ബൾബ് എക്സ്പയർഡ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബൾബിൻ്റെ ലൈഫ് എൻഡ് ആയി കഴിഞ്ഞ് ബൾബ് കഴിഞ്ഞു ഏതാണ്ട് ഒരു കഴിഞ്ഞ രീതിയിലേക്ക് എത്തുന്ന സമയത്തേക്കും നമുക്ക് ബൾബ് മാത്രം മാറ്റിയാൽ മതിയാവും. അതിൻ്റെ ബല്ലാസ്റ്റ് മാറ്റേണ്ട ആവശ്യം ഉണ്ടാവില്ല. നോൺ ഇൻറ്റഗ്രേറ്റഡ് CFL ഹൗസിങ്സ് ക്യാൻ ബി ബോത്ത് മോർ എക്സ്പെൻസീവ് ആൻഡ് സഫിസ്റ്റിക്കേറ്റഡ്. അപ്പം നോൺ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള CFL ആണ് കുറച്ചും കൂടെ, അതും കൂടി എക്സ്പെൻസീവും ആണ്, പക്ഷെ കുറച്ചും കൂടെ നല്ലതായിട്ടുള്ളൊരു ടൈപ്പാണ് നോൺ ഇൻറ്റഗ്രേറ്റഡ് ലാംപ്സ്. ദ ടൈപ്പ് ഓഫ് ട്യൂബ്സിൽ ഡിഫറെൻറ്റ് വരുന്ന ടൈപ്സാണ്. നമ്മൾ പല ടൈപ്പ് ട്യൂബുകൾ സാധാരണ CFLൽ യൂസ് ചെയ്യാറുണ്ട്. അതിനകത്ത് വരുന്നതാണ് ബൈപ്പിൻ ട്യൂബ് ഡിസൈൻഡ് ഫോർ കൺവെൻഷണൽ ബല്ലാസ്റ്റ്. കൺവെൻഷണൽ സാധാ ടൈപ്പ് ബല്ലാസ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ബൈപ്പിൻ ട്യൂബ് എന്ന് പറയുന്നത്. ക്വാഡ് പിൻ ട്യൂബ് ഈസ് ഡിസൈൻഡ് ഫോർ ദ ഇലക്ട്രോണിക് ബല്ലാസ്റ്റ് ഓർ എ കൺവെൻഷണൽ ബല്ലാസ്റ്റ് വിത്ത് എൻ എക്സ്റ്റേണൽ സ്റ്റാർട്ടർ. ആദ്യമൊക്കെ ഉപയോഗിച്ചിരുന്ന ട്യൂബുകളിൽ വരുന്നതായിരുന്നു കൺവെൻഷണൽ ബല്ലാസ്റ്റ് എന്ന് പറയുന്നത്. കൺവെൻഷണൽ ബല്ലാസ്റ്റിൽ യൂസ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തതാണ് ബൈപ്പിൻ ട്യൂബ് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ വരുന്ന ഇലക്ട്രോണിക് ബല്ലാസ്റ്റിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്വാഡ് പിൻ ട്യൂബുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ കൺവെൻഷണൽ ബല്ലാസ്റ്റിൻ്റെ കൂടെ ഒരു എക്സ്റ്റേണൽ സ്റ്റാർട്ടർ കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ക്വാഡ് പിൻ ട്യൂബ് ഉപയോഗിക്കാവുന്നതാണ്. A bipin tube contains an integrated starter which obviates the need of external heating pins but causes incompatibility with the electronic ballast. ഒരു ബൈപ്പിൻ ട്യൂബിലാണെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് സ്റ്റാർട്ടറാണ് ഉള്ളത്. വിച്ച് ഒബ്വിയേറ്റ്സ് ദ നീഡ് ഫോർ എക്സ്റ്റേണൽ ഹീറ്റിംഗ് പിൻ. അപ്പോൾ എക്സ്റ്റേണൽ ഹീറ്റിംഗ് പിന്ന് ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം ഈ കേസിൽ വരുന്നില്ല. എക്സ്റ്റേണൽ ഹീറ്റിംഗ് പിന്നിനെ ഉപയോഗിക്കുന്നത് ആ ഒരു ആവശ്യം തന്നെ ഒഴിവാക്കി കളയുകയാണ് ചെയ്യുന്നത്. ബട്ട് കോസസ് ദ ഇൻകോമ്പാറ്റബിലിറ്റി വിത്ത് ദ ഇലക്ട്രോണിക് ബല്ലാസ്റ്റ്. പക്ഷേ ഇലക്ട്രോണിക് ബല്ലാസ്റ്റുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല അത് വരുന്നത്. ആൻഡ് CFLs ഹാവ് two main components. CFL have two main components. CFLനകത്ത് മെയിനായിട്ടും രണ്ട് മെയിൻ കമ്പണൻ്റ് ആണ് വരുന്നത്. ഒന്നൊരു മാഗ്നറ്റിക് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ബല്ലാസ്റ്റ്. മാഗ്നറ്റിക് ബല്ലാസ്റ്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ബല്ലാസ്റ്റ്. കൺവെൻഷണൽ ബല്ലാസ്റ്റ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ബല്ലാസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ബല്ലാസ്റ്റ്. അങ്ങനെ രണ്ട് മെയിനായിട്ടും വരുന്നൊരു പോർഷനാണ് അതിൻ്റെ ഇലക്ട്രോണിക് അല്ലെങ്കിൽ മാഗ്നറ്റിക് ബല്ലാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ആ ഒരു ഗ്യാസ് ഫില്ല് ചെയ്ത ട്യൂബാണ്, ബൾബ് അല്ലെങ്കിൽ ബർണർ എന്നൊക്കെ പറയാം. Replacement of the magnetic ballast with electronic ballast have removed most of the flickering and slow starting associated with fluorescent lighting. നമ്മൾ ആദ്യമേയൊക്കെ ഉണ്ടായിരുന്ന മാഗ്നറ്റിക് ബല്ലാസ്റ്റ് ഉപയോഗിക്കുമ്പോഴായിരുന്നു ലാമ്പിന് ഭയങ്കരമായിട്ട് ഫ്ലിക്കറിങ് ഒക്കെ ഉണ്ടായിരുന്നത്. അതായത് ലാമ്പ് ഇങ്ങനെ മിന്നി കളിച്ചുകൊണ്ടിരിക്കുന്നൊരു പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അതൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇലക്ട്രോണിക് ബല്ലാസ്റ്റ് ഉപയോഗിക്കുന്നതോടുകൂടി ആ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ട്യൂബിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ കാണാറില്ല, അല്ലെങ്കിൽ CFL കാണാറില്ലത്. ഓൺ ചെയ്ത സ്പോട്ടിൽ അതിന് നല്ല ബ്രൈറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് ഫ്ലിക്കറിങ് ഒന്നും ഇല്ലാതെ സ്ലോ സ്റ്റാർട്ടിങ്. അത് ഫ്ലോറസൻ ലൈറ്റിങ്ങിൽ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തേക്ക് ഒരു സ്ലോ ആയിട്ടാണ്. നമ്മളൊന്ന് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ഒരു ചെറിയ സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അതങ്ങനെ ഫുൾ ബ്രൈറ്റ്നെസ്സിലേക്ക് വരുള്ളൂ. പക്ഷെ നമ്മൾ ഇലക്ട്രോണിക് ബല്ലാസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഈ വക ഡ്രോബാക്സ് എല്ലാം ഒഴിവാക്കാനായിട്ട് സാധിക്കും. The development of smaller lamps directly interchangeable with more sizes of incandescent lamp is possible. സ്മോളർ ലാമ്പുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇറ്റ്സ് ഡയറക്റ്റ്ലി ഇൻ്റർചേഞ്ചബിൾ വിത്ത് മോർ സൈസ് ഓഫ് ഇൻകാർഡസൻ ലാമ്പ്. ഇൻകാർഡസൻ ലാമ്പാണെന്നുണ്ടെങ്കിൽ പല സൈസിൽ വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ CFL ലാമ്പിന് ചെറിയ സൈസുകളിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നതോട് കൂടിയിട്ട് ഇൻകാർഡസൻ ലാമ്പിനെ കംപ്ലീറ്റ് ആയിട്ടും റീപ്ലേസ് ചെയ്തിട്ട് CFL ലാമ്പ് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാഹചര്യം വന്നു. CFL light output is proportional to the phosphor surface area, and high output CFLs are often
ലാർജർ ദാൻ ദ ഇൻകാൻഡസെൻറ്റ് ഈക്വിവാലൻറ്റ്. അപ്പോൾ CFL ലൈറ്റിൻ്റെ മെയിനായിട്ടും CFL ലൈറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അതിൽ നിന്ന് വരുന്ന മെർക്കുറി ആയിട്ട് ഇലക്ട്രോൺസ് ഹിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അൾട്രാ വയലറ്റ് റേസ് പോയിട്ട് ഫോസ്ഫർ കോട്ടിങ്ങിൻ്റെ മേലെ ഹിറ്റ് ചെയ്യുമ്പോഴാണ് വിസിബിൾ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും ഫോസ്ഫർ കോട്ടിംഗ് ഉള്ള സർഫസ് ഏരിയ, ഫോസ്ഫറിൻ്റെ സർഫസ് ഏരിയ എത്ര കണ്ടുണ്ടോ അതിന് പ്രപ്പോർഷണലായിട്ടായിരിക്കും CFL നിന്ന് പുറത്തേക്ക് വരുന്ന വിസിബിൾ ലൈറ്റിൻ്റെ എമൗണ്ടും, അല്ലെങ്കിൽ CFLൻ്റെ ലൈറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫോസ്ഫർ കോട്ടിങ്ങിൻ്റെ സർഫസ് ഏരിയയ്ക്ക് പ്രപ്പോർഷണലായിരിക്കും. ആൻഡ് ഹൈ ഔട്ട്പുട്ട് CFLs ആർ ഓഫൺ ലാർജർ ദാൻ ദെയർ ഇൻകാൻഡസെൻറ്റ് ഈക്വിവാലൻ്റ്. അപ്പോൾ അതുപോലെ നമ്മൾ ലാർജർ സർഫസ് ഏരിയ, അപ്പം ഇത് ഒരു ഇൻകാൻഡസെൻറ്റ് ലാമ്പിന് കറസ്പോണ്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് ഈക്വിവാലൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ട CFL ലാമ്പിന് കമ്പാരിറ്റീവ്ലി ലാർജർ സൈസ് വേണ്ടി വരും. അത്രയും സർഫസ് ഏരിയ ഫോസ്ഫർ കോട്ടിങ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ നോർമലി ആ ട്യൂബിൻ്റെ സൈസും ഒരുപാട് കൂട്ടി കൊടുക്കേണ്ടി വരും, സെയിം റേറ്റിങ്ങിലുള്ള ഇൻകാൻഡസെൻറ്റ് ലാമ്പിൻ്റെ പവർ കിട്ടണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യണത്? ടു ഫിറ്റ് ദ ഇനഫ് ഫോസ്ഫർ കോട്ടിംഗ് ഏരിയ within the approximate overall dimensions of an incandescent lamp, സ്റ്റാൻഡേർഡ് ഷേപ്സ് ഓഫ് CFL ട്യൂബ്സ്. എന്ന് സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞു ഒരു ഇൻകാൻഡസെൻറ്റ് ലാമ്പ് ഉപയോഗിക്കുന്ന അതേ സ്പേസിലേക്ക് അല്ലെങ്കിൽ അതേ ഫിക്സ്ചറിനകത്തേക്ക് ഫിറ്റ് ആവുന്ന രീതിയിലാണ് നമ്മൾ CFL ലാമ്പിനെ റീപ്ലേസ് ചെയ്യുന്നത്. പക്ഷെ അതേ ഔട്ട്പുട്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ CFL ലാമ്പിൽ കൂടുതൽ ഫോസ്ഫറസ് കോട്ടിംഗ് ഏരിയ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പം സൈസ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടും ഇൻകാൻഡസെൻറ്റ് ലാമ്പിന് ഫിറ്റ് ആവുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന സൈസിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓവറോൾ ഡയമെൻഷൻ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഫോസ്ഫറസിൻ്റെ കോട്ടിംഗ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന പല ഷേപ്പുകളാണ് പിന്നെ CFL ട്യൂബുകളിൽ ഉപയോഗിക്കുന്നത്. ഒന്ന് ഹെലിക്സ്, ഫിഗറിൽ കാണിച്ചിട്ടുള്ളതുപോലെ ട്യൂബ് ഇങ്ങനെ ഹെലിക്കൽ ഷേപ്പിലുള്ള ട്യൂബ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഹെലിക്സ് ഷേപ്പിലുള്ള ട്യൂബ് ഉപയോഗിക്കുമ്പോൾ അതിന് മോർ ടേൺസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്തേക്ക് അതിൻ്റെ സർഫസ് ഏരിയ കമ്പാരിറ്റീവ്ലി കൂടി വരികയാണ്. പക്ഷേ ടോട്ടൽ ഡയമെൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻകാൻഡസെൻറ്റ് ലാമ്പിൻ്റെ സെയിം ഡയമെൻഷനാണ് അവിടെ വരുന്നത്. ദെൻ മൾട്ടിപ്പിൾ പാരലൽ ട്യൂബ്സ്, നമുക്കറിയാം രണ്ട് ട്യൂബുകൾ പാരലായിട്ടുള്ളത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്, അതുപോലെ 3 എണ്ണം ഉള്ളത് വരാറുണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പാരലൽ ട്യൂബ്സ് ഉപയോഗിച്ചാലും ഇതുപോലെ സർഫസ് ഏരിയ നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. സർക്കുലർ ആർക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബട്ടർഫ്ലൈ, അങ്ങനെ പല ഷേപ്പിലുള്ള CFL ട്യൂബുകൾ അവൈലബിൾ ആണ്. CFLs typically have a rated service life of 6,000 to 15,000 hours. സാധാരണ CFLൻ്റെ റേറ്റഡ് സർവീസ് ലൈഫ് എന്ന് പറയുന്നത് 6,000 മുതൽ 15,000 മണിക്കൂറുകൾ വരെയാണ് CFLൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഇൻകാൻഡസെൻറ്റ് ലാമ്പിനാണെന്നുണ്ടെങ്കിൽ വെറും 750 മുതൽ 1000 hours വരെയുള്ളൂ. അപ്പോൾ നമുക്കതിൻ്റെ ഡിഫറൻസ് അതിൽ നിന്നും ശരിക്കും മനസ്സിലാവും. 750 to 1000 hours വരെയുള്ള ഇൻകാൻഡസെൻറ്റ് ലാമ്പ് റീപ്ലേസ് ചെയ്ത് നമ്മൾ 6,000 മണിക്കൂർ മുതൽ 15,000 മണിക്കൂർ വരെ ലൈഫുള്ള CFL ഉപയോഗിക്കുന്ന സമയത്തേക്ക് അതിൻ്റെ ഡിഫറൻസ് നമുക്ക് ശരിക്കും മനസ്സിലാവും. ദ ലൈഫ് ഓഫ് CFL ഈസ് സിഗ്നിഫിക്കൻ്റ്ലി ഷോർട്ടർ ഇഫ് ഇറ്റ് ഈസ് ടേൺഡ് ഓൺ ആൻഡ് ഓഫ് ഫ്രീക്വൻ്റ്ലി. അപ്പോൾ നമ്മൾ ഈ നേരത്തെ പറയുന്ന 6,000 to 15,000 എന്നൊക്കെ പറയുന്നത് നോർമൽ കണ്ടീഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്തേക്കുള്ള അതിൻ്റെ ലൈഫാണ്. നമ്മൾ എപ്പോഴും CFL ലാമ്പിനെ ടേൺ ഓൺ ചെയ്യും, അതുപോലെ ടേൺ ഓഫ് ചെയ്യും. ഫ്രീക്വൻ്റ്ലി നമ്മൾ ഓൺ ചെയ്യും ഓഫ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി ഓൺ ഓഫിൻ്റെ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ CFL ലാമ്പിൻ്റെ ലൈഫ് കുറയാനുള്ള സാധ്യതയുണ്ട്.